ചേച്ചി, അംബിക എന്ന് പറയുന്ന നടി സൂപ്പർ സ്റ്റാർ ആയിട്ട് തിരക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ സിനിമയിലൂടെ അല്ലെങ്കിൽ ചേച്ചിയുടെ കൺമുന്നിലൂടെ സൂപ്പർ സ്റ്റാർ ആയ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് അല്ലെ? അതിലൊന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനാണ്. രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. രാജാവിന്റെ മകനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്? രാജാവിന്റെ മകൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഹീറോ പദവി എടുത്തിട്ട് ആദ്യമായിട്ട്, കാരണം കേൾക്കാത്ത ശബ്ദത്തില് ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ ഡയറക്ഷനിൽ ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. പുള്ളി ആദ്യമായിട്ട് ഡുവൈറ്റ് പാടുന്ന അതിലാണല്ലോ. അതെ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു വലിയ ഒരു നമ്മൾ പറയില്ലേ, ഒരു ഭാരം ചുമരിലെടുത്ത് ഒരു വലിയ ഹീറോ ആയിട്ട് ടോട്ടൽ ഫിലിം ആ ക്യാരക്ടറിന്റെ വിൻസെന്റ് ഗോമസിന്റെ പുറത്താണ്. ആ വിൻസെന്റ് ഗോമസ് ആയിട്ട് ലാലേട്ടൻ മാറുമ്പോൾ ഉള്ള ആ ഒരു ആദ്യ പടമാണ്. ദൈവമേ, നന്നായിട്ട് ആ ഒരു ടെൻഷൻ പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ അവസാനം മറ്റേ ഇതെടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരില്ലേ, അതില് മറ്റേ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊന്നിട്ട് ഇതൊക്കെ വീണിട്ട് അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് നമ്മ അന്നൊക്കെ വന്നിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം നമ്മുടെ ദേഹത്ത് വെക്കുമല്ലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതൊക്കെ ചെയ്തിട്ട് സ്കിന്നൊക്കെ ഇളകിയിട്ടുണ്ട്. ആ ഒരു സിനിമ അതായത് ഇങ്ങനെ സക്സസ് ആകും എന്ന് നിങ്ങൾ ആരെങ്കിലും ഇത്രയും വലിയൊരു ഹിറ്റ് ആകും എന്നൊക്കെ ആ സമയത്ത് വിചാരിച്ചിരുന്നോ? എനിക്ക് തോന്നിയിരുന്നു. കാരണം ഷൂട്ടിംഗ് സമയത്ത് ചില പടങ്ങൾ നമ്മൾ പറയില്ല, എവിടെയോ ഒരു ലൈറ്റ് എരിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഈ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയേ പറ്റൂ, സക്സസ് ആക്കണം. അന്നത്തെ കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പോഴാണ് നമ്മളൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ. അത് ഞാൻ ചിലപ്പോ വിചാരിക്കും കേട്ടോ, രാജാവിന്റെ മകൻ, ഒരു നോക്ക് കാണാൻ, 20-ാം നൂറ്റാണ്ട്, ഈ പടങ്ങളൊക്കെ ഈ സമയത്തെങ്ങാനുമാണ് ഞാൻ അഭിനയിച്ചു വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ? അതെ. അതുപോലെ രാജാവിന്റെ മകനിലെ ഡയലോഗ്സ്, ചില സീൻസിലെ ഡയലോഗ്സ് മനപ്പാടമായിട്ട് അറിയാത്ത ഒരു ഓഡിയൻസ് ഇല്ല. ശരിയാ. ഇപ്പോഴും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ, എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുമ്പോ മൈ ഫോൺ നമ്പർ ഈസ് 2255. രാജാവിന്റെ മകനിലെ ഈ 2255 ഫോൺ നമ്പരാ. ഒറിജിനൽ അല്ല. ഇപ്പോ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു സെല്ല് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു നമ്പർ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാം 2255 അല്ലേ, ഉണ്ടെന്ന് നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി അവസാനം 2255 ഉണ്ടെന്ന് പറഞ്ഞ് ആ നമ്പർ ഞാൻ എടുത്തു. അത് നമ്മുടെ മലയാളികൾക്ക് വേണമെങ്കിൽ 2255 വിളിച്ച അംബിക ചേച്ചിയെ അതിന് മുമ്പത്തെ നമ്പർ അറിയണ്ടേ, കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് 2255 ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയ നായികയുമായിട്ട് സംസാരിക്കാം. പിന്നെ അതിൽ വേറെ, അതായത് ആൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജുമോൻ എന്നോട് ചോദിച്ചു. അതെ, രാജുമോനുമായിട്ട് ഞാൻ ഒരു 7-8 മാസം മുമ്പ് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് കുട്ടിയുടെ ഒറിജിനൽ പേര് അറിയില്ല, രാജുമോൻ എന്നേ അറിയാം. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വെച്ച് ഒരാളിനെ മീറ്റ് ചെയ്യണു. ആ പുള്ളിക്കാരൻ വന്നിട്ട് രാജുമോന്റെ ഫ്രണ്ടാണ്. രാജുമോന്റെ പേര് പ്രക്ഷോഭ് എന്ന് അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പൊ പറഞ്ഞു, ചേച്ചി ഞാൻ വന്നിട്ട് പ്രക്ഷോഭിന്റെ ഫ്രണ്ടാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, പ്രക്ഷോഭ് ആരാന്ന് വെച്ചു. ഓ, ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ചേച്ചിയുടെ രാജുമോന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ വാങ്ങിച്ച് ഞാൻ സംസാരിച്ചു. പുള്ളി എറണാകുളത്തുണ്ട്. അത് ശരി. പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയാണ് എടുത്തു പറയുന്നത് 20-ാം നൂറ്റാണ്ട് അല്ലെ, സാഗർ ഏലിയാസ് ഷാക്കി. ശരിക്കും പറഞ്ഞ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമകളിൽ ചേച്ചി ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയും അതുപോലെ തന്നെയായിരുന്നു അല്ലെ. നമുക്ക് കാണാൻ എന്ത് വലിയ ഹിറ്റ് ഫിലിമാ. ബേബി ശാലിനി 2 റോൾ അഭിനയിച്ചില്ലേ, ചിന്നിക്കുട്ടി ഉറങ്ങിയില്ലേ എന്നൊരു പാട്ട്, എന്ത് ഫേമസ് ആണ്. ഇനക്കിളി, അത് അതൊക്കെ ആ സമയത്തൊക്കെ മമ്മൂക്ക പിന്നെ ഭയങ്കര ബിസി അല്ലേ. ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ മമ്മൂക്കയെ കിഡ്നാപ്പ് ചെയ്ത് എടുത്തോണ്ട് പോയിട്ട് വേണം ഷൂട്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ. അത്ര ബിസി ആയിരുന്നു ആ സമയത്ത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ സമയത്ത് അത്രയും ബിസി ആയിട്ട് 1 മണിക്കൂറിന് അടർത്തി എടുത്തിട്ട് പോകുന്ന രീതിയിൽ ബിസി ആയിട്ടുള്ള 2 പേരും, ഒന്ന് മമ്മൂക്ക, ഒന്ന് ജഗതി ചേട്ടൻ. അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ 1 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യാനാ ഫിനിഷ് ചെയ്ത് കൊടുക്കണ്ടേ എന്നൊക്കെ പറയാം. പിന്നെ നമ്മളത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ 3 ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. 7 to 9, 9 to 2, നൈറ്റ് 9 to 2 ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, തമിഴ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം அந்த സീനില് ഒരു ഷോട്ട് മിസ്സിങ്, ഉടനെ ഇവിടെ നിന്ന് അവിടെ പോയി അത് വർക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടം, ആ പ്രൊഫഷനോടുള്ള ആ ഒരു ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ ചെയ്യുന്നതാണ്. കമ്മിറ്റ്മെന്റ് ചെയ്തു കൊടുക്കണം. മെയിൻ തിങ് ഈസ് കമ്മിറ്റ്മെന്റ്.